നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മൂന്നാം തരംഗത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. പ്രത്യേകിച്ച് ഖത്തറിൽ പ്രതിദിനം 2000-ൽ പരം കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിൽ രോഗവ്യാപനം ശക്തമായ സാഹചര്യത്തിൽ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് അധികൃതർ. ഇന്നലെ അമീരി ദിവാനിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽ താനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശനിയാഴ്ച മുതലാണ് പുതിയ നിയന്ത്രണങ്ങൾ നിലവിൽ വരിക. സർക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് തൊഴിലിടങ്ങളിൽ നേരിട്ട് ഹാജരായി ജോലി ചെയ്യാൻ അനുവാദമുണ്ടെങ്കിലും സാമൂഹിക അകലം പാലിക്കൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. തൊഴിലിടങ്ങളിൽ 15 പേരിൽ കൂടുതലുള്ള ആളുകൾ മാത്രം യോഗം ചേരാൻ പാടില്ല. പൂർണ്ണമായും കോവിഡ് വാക്സിൻ എടുക്കാത്തവർ ആഴ്ചയിൽ ഒരിക്കൽ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് ചെയ്തിരിക്കണം. പൂർണ്ണമായി വാക്സിൻ എടുത്തവരും ടെസ്റ്റ് നടത്തേണ്ടതില്ല. എല്ലായിടങ്ങളിലും മാസ്ക് ധാരണവും സാമൂഹിക അകലം പാലിക്കലും നിർബന്ധമാണ്. കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മാത്രം ഇക്കാര്യത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട്. എല്ലാവരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സ്മാർട്ട് ഫോണിൽ ഇഖ്തിറാസ് ആപ്പ് ആക്ടിവേറ്റ് ചെയ്തിരിക്കണം. പള്ളികൾ 5 നേരത്തെ പ്രാർത്ഥനയ്ക്കും ജുമുഅ നമസ്കാരത്തിനുമായി തുറക്കുമെങ്കിലും 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് പ്രവേശനാനുമതി നൽകിയിട്ടില്ല. മാസ്ക് ധാരണം, സാമൂഹിക അകലം, ആരോഗ്യ വകുപ്പിന്റെ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ആരാധനാലയങ്ങൾ പ്രവർത്തിക്കാവൂ. വീടുകളിലും മജ്ലിസുകളിലും അടച്ചിട്ട പ്രദേശങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ വാക്സിൻ എടുത്ത 10 പേർ മാത്രമേ പങ്കെടുക്കാവൂ. ഒരേ വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ തന്നെ എണ്ണം പ്രശ്നമല്ല. തുറസായ സ്ഥലങ്ങളാണെങ്കിൽ പരമാവധി 15 പേർ വരെ ആകാമെന്നും അധികൃതർ പറയുന്നു. എല്ലാവരും പൂർണ്ണമായും വാക്സിൻ എടുത്തവരായിരിക്കണം. ഹാളുകളിൽ നടക്കുന്ന വിവാഹ ചടങ്ങുകളിൽ വാക്സിൻ എടുത്ത 40 ആളുകൾ വരെ അനുവദിക്കുന്നതായിരിക്കും. തുറസായ സ്ഥലങ്ങളിലാണ് വിവാഹ പാർട്ടികളെങ്കിൽ പരമാവധി 80 പേർ വരെ ആകാം. സ്ഥലത്തിന്റെ ശേഷിയുടെ 50% ആളുകൾ കൂടരുത്. പാർക്കുകൾ, ബീച്ചുകൾ, കോർണിഷ് തുടങ്ങിയിടങ്ങളിൽ പരമാവധി 15 പേർക്ക് ഒന്നിച്ചിരിക്കാം. ഒരേ വീട്ടിൽ നിന്നുള്ളവരാണെങ്കിൽ ഇത് ബാധകമല്ല. നടത്തം, സൈക്ലിംഗ്, ഓട്ടം തുടങ്ങിയ വ്യക്തിഗത സ്പോർട്സ് പരിപാടികൾ അനുവദിക്കുന്നതായിരിക്കും. വാഹനത്തിൽ പരമാവധി 4 പേർ മാത്രമേ പാടുള്ളൂ. ഡ്രൈവർ ഉൾപ്പെടെയാണ് 4 പേർ അനുവദിക്കുക. ഒരേ വീട്ടിലുള്ളവരാണെങ്കിൽ എണ്ണം പ്രശ്നമല്ല. ബസ്സിൽ ശേഷിയുടെ 60% പേർ മാത്രമേ പാടുള്ളൂ. സാമൂഹിക അകലം പാലിച്ചു വേണം ഇരിക്കാൻ. മെട്രോയിലും മറ്റു പൊതുഗതാഗത സംവിധാനങ്ങളിലും 60% ശേഷിയിൽ മാത്രമേ ആളുകളെ കയറ്റാവൂ. മെട്രോയിലെ ടോയ്ലറ്റുകളിലെയും സ്മോക്കിംഗ് ഏരിയയും അടച്ചിടണം. രാജ്യത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾ 50% ശേഷിയിൽ പ്രവർത്തിക്കാം. തിയേറ്ററുകളിലും ശേഷിയുടെ 50% പേരെ മാത്രമേ പ്രവേശിപ്പിക്കാവൂ. പൂർണ്ണമായും വാക്സിൻ എടുത്തവർക്ക് മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്രെയിനിംഗ് സെന്ററുകൾക്കും നഴ്സറികൾക്കും 50% ശേഷിയിൽ പ്രവർത്തിക്കാം. ഒരു ഹാളിൽ 50-ൽ കൂടുതൽ പേർ പാടില്ല. എല്ലാവരും വാക്സിൻ എടുത്തവരായിരിക്കണമെന്നും നിബന്ധനയുണ്ട്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ തന്നെ 5-ൽ കൂടുതൽ പേർ പാടില്ല. പരിശീലനം നൽകുന്നവർ വാക്സിൻ എടുത്തവരുമായിരിക്കണം. ഷോപ്പിംഗ് മാളുകൾ, കൊമേഴ്സ്യൽ കോംപ്ലക്സുകൾ എന്നിവയ്ക്ക് ശേഷിയുടെ 75% ആളുകളെ പ്രവേശിപ്പിക്കാം. വാക്സിൻ എടുത്തവർക്ക് മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുക. ഇവിടങ്ങളിലെ ഫുഡ് കോർട്ടുകളിൽ 30% ശേഷിയിൽ പ്രവർത്തിക്കാം. ഇവിടങ്ങളിലെ പ്രാർത്ഥനാ ഹാളുകൾ, ചേഞ്ചിങ് മുറികൾ, ടോയ്ലറ്റുകൾ എന്നിവയ്ക്ക് ആരോഗ്യ വകുപ്പിന്റെ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കാവുന്നതാണ്. റെസ്റ്റോറന്റുകൾ, കഫേകൾ എന്നിവയോട് ചേർന്നുള്ള തുറസായ സ്ഥലങ്ങളിൽ ഖത്തർ ക്ലീൻ സർട്ടിഫിക്കറ്റ് ഉള്ള സ്ഥാപനങ്ങളാണെങ്കിൽ 75% ശേഷിയിലും വാണിജ്യ മന്ത്രാലയത്തിന്റെ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നവയാണെങ്കിൽ തന്നെ ശേഷിയുടെ 40%-ലും പ്രവർത്തിക്കാം. റെസ്റ്റോറന്റുകൾക്ക് അകത്താണെങ്കിൽ ഖത്തർ ക്ലീൻ സ്ഥാപനങ്ങൾക്ക് 50-ഉം അല്ലാത്തവയ്ക്ക് 30% ശേഷിയിൽ മാത്രമേ ആളുകളെ പ്രവേശിപ്പിക്കാനാവൂ. വാക്സിൻ എടുത്തവർക്ക് മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുക. കുടുംബത്തോടൊപ്പമാണെങ്കിൽ മാത്രമേ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പ്രവേശിപ്പിക്കാവൂ. ഇത്തരത്തിൽ നിബന്ധനകളാണ് ഖത്തർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ നിബന്ധനകൾ ശനിയാഴ്ച മുതലാണ് പ്രാബല്യത്തിൽ വരിക. ആയതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.